ഗായ്സ്, ആരും പേടിക്കണ്ട. ഞാനൊരു പാക്ക് ഇട്ടതാണ്. മോൾക്ക് പേടിയില്ലേന്നല്ലേ ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നത്. മോൾക്ക് ഇത് ഒട്ടും പേടിയില്ല. കാരണം അവൾക്കിത് ശീലമായി. ബെഡിൽ പരത്തിയിട്ടിരിക്കുന്നത് മൊത്തം എൻ്റെ മേക്കപ്പ് സെറ്റാണ്. പിന്നെ ഞാൻ നേരെ പോയി ഫേസൊക്കെ വാഷ് ചെയ്ത് വന്നതിന് ശേഷം മുടിയൊക്കെ ഒന്ന് പൊക്കി കെട്ടി. പിന്നെ വൈകുന്നേരത്തെ ഈ അടിക്കൽ തുടയ്ക്കൽ അങ്ങനെയുള്ള കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ മോള് എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുകയല്ലാണ്ട് അവിടെ ഇവിടെയും പോയി കളിക്കുന്ന ഒരു പരിപാടിയേ ഇല്ല. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ അവളെ എടുത്തിട്ടാണ് പോവുക. അവൾക്ക് ഒറ്റയ്ക്ക് കളിക്കാനൊക്കെ പേടിയാണ്. കാരണം കൂട്ടിന് ഇവിടെ അധികം ആരും ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എപ്പോഴും എൻ്റെ കൂടെ തന്നെയായിരിക്കും അവൾ. പിന്നെ പുറത്തൊക്കെ നടന്ന് കുറച്ച് ഇലയൊക്കെ വലിച്ചു കൊടുത്തിട്ട് പിന്നെ കോഴിയൊക്കെ കണ്ട് കളിക്കലാണ് അവളുടെ സ്ഥിരം പരിപാടി. അപ്പം ഞാൻ ഇലയൊക്കെ വലിച്ചിട്ട് അവളുടെ കൈ കൊണ്ട് കൊടുക്കുകയാണ് കേട്ടോ. കുറച്ച് നേരം ഇലയും കൊണ്ടും മണ്ണും കൊണ്ടൊക്കെ കളിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഓടി ഉള്ളിലേക്ക് വരുന്നത് എന്തിനാണെന്നറിയോ? നേരത്തെ ചായക്കുള്ള പാല് മേടിക്കാൻ പോകാനാണ് കേട്ടോ. അത് അവൾക്ക് എന്നും മറക്കാറേ ഇല്ല. ഇതാണ് പാൽപാത്രം. എടുത്തിട്ട് എൻ്റെ കൈയും പിടിച്ചിട്ട് കൈ വിടില്ല. കാരണം അവൾ ഞാനില്ലെങ്കിൽ എങ്ങോട്ടും പോവില്ല കേട്ടോ. എന്നിട്ട് ഓടുകയാണ്. ഓടി അവിടെ ഇവിടെയൊക്കെ പാത്രങ്ങൾ വീണു. അവസാനം കണ്ടിട്ട് മതിയായി ഞാൻ അവളെ എടുത്ത് ഒക്കിൽ വെച്ച വീട് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ അവിടെ എത്തി. അവിടെ എത്തിയപ്പോൾ പശുവിനെ കറന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ എത്തിയത് കുറച്ച് നേരത്തെ ആയിപ്പോയി. ഞങ്ങൾ രണ്ടുപേരും അവിടെ പോയി വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ കോഴിയൊക്കെ ഉണ്ടായിരുന്നു. അവൾ അതുമായിട്ട് കളിക്കണം. കുറേ നേരം നിന്നപ്പോൾ ആളുടെ ക്ഷമ നശിച്ചു. അവസാനം പാല് വാങ്ങാൻ പാത്രം ചോദിക്കുമ്പോൾ പാത്രം തരുന്നില്ല. എന്നിട്ട് ഞാൻ പിടിച്ച് വലിച്ച് വാങ്ങിയിട്ട് പാല് വാങ്ങിച്ച് ടാറ്റാന്നും പറഞ്ഞ് പിന്നെ നേരെ വീട്ടിലേക്ക് വിട്ടു. വീട്ടിൽ കുറേ സ്റ്റെപ്പൊക്കെ ഉള്ളതുകൊണ്ട് ഇറങ്ങിയപ്പോൾ ഞാൻ ക്ഷീണിച്ചു കേട്ടോ. ബൈ.